തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം KSEB പുനഃസ്ഥാപിച്ചു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ കുടിശ്ശിക തുക ദേവസ്വം ബോർഡ് അടച്ചതിനെ തുടർന്നാണ് നടപടി. മുന്നറിയിപ്പില്ലാതെ പവർ സപ്ലൈ വിച്ഛേദിച്ച KSEBക്കും ദേവസ്വം ബോർഡ് അധികൃതർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് ആവശ്യപ്പെട്ടു. വെള്ളായണി ദേവി ക്ഷേത്രത്തെ ഇരുട്ടിലാക്കിയ ദേവസ്വം ബോർഡ് നടപടി ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെ വിവിധ ഹിന്ദു സംഘടനാ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ പ്രതിരോധത്തിലായ ദേവസ്വം ബോർഡ് അധികൃതർ കുടിശ്ശിക തുക അടച്ച് തടിയൂരി. തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ KSEB ഉദ്യോഗസ്ഥർ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ക്ഷേത്രത്തോടും ഹൈന്ദവ സമൂഹത്തോടുമുള്ള ദേവസ്വം ബോർഡ് നടപടിയിൽ ഹിന്ദുധർമ്മ പരിഷത്ത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. സ്വാഭാവികമായും ഈ തരം വൃത്തിഹീനമായ പ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. സ്വാഭാവികമായും ഇവിടുത്തെ പ്രവർത്തകരും ബാക്കിയുള്ള ആൾക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് ആ നിയമ നടപടിയായി മുന്നോട്ട് പോകും. പ്രതിഷേധം ശക്തമായതോടെ കുടിശ്ശിക തുക ദേവസ്വം ബോർഡ് അടയ്ക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. സംഭവത്തിൽ മുൻ ഉപദേശക സമിതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ ഉപദേശക സമിതിക്ക് ഉണ്ടായ ഒരു വീഴ്ചയാണിത്. ഉപദേശക സമിതി ഞങ്ങൾ പിരിച്ചുവിടാൻ കാരണമുണ്ട്. ഒരുപാട് പരാതികളുമായി ബന്ധപ്പെട്ടാണ് ഉപദേശക സമിതി ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഉപദേശക സമിതി ആയിരുന്നു ഈ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടിയിരുന്നത്. ഇവർക്ക് റവന്യൂ വർക്കുകൾക്ക് വേണ്ടി ഉപദേശക സമിതി ഭാരവാഹികൾക്ക് പേരിൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ക്ഷേത്രത്തിനെ ഇരുട്ടിലാക്കിയ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് M. വിൻസെന്റ് MLA പ്രതികരിച്ചു. വെള്ളായണി ദേവി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നല്ല ഒരു ആരാധനാലയങ്ങളിലും ഇതുപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതിൽ ബന്ധപ്പെട്ട വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ക്ഷേത്രത്തിലെത്തിയ ഉദ്യോഗസ്ഥർ ഫ്യൂസ് അഴിച്ചുമാറ്റുകയായിരുന്നു. 2 തവണ KSEB നോട്ടീസ് നൽകിയെങ്കിലും ദേവസ്വം ബോർഡ് തുക അടയ്ക്കാൻ തയ്യാറായില്ല. ക്ഷേത്രം മുൻ ഉപദേശക സമിതിയുമായുള്ള തർക്കത്തെ തുടർന്ന് കുടിശ്ശിക തുക അടയ്ക്കേണ്ടത് ഉപദേശക സമിതിയാണെന്ന് ദേവസ്വം ബോർഡ് നിലപാടെടുത്തതാണ് ക്ഷേത്രത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടത്. ജനം, തിരുവനന്തപുരം.